ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് ബോബി, ജോയ്സ്, ജെയിൻ ആൻഡ് ജെസിക്ക. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. Love one another as I have loved you. ഈ ദൈവവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019. ശരിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു റിയാലിറ്റി ഷോ, അതും ഈ നോയമ്പ് കാലത്ത് TV-യിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിരവധി ടീമുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായി. വിജയിക്ക് ലഭിക്കുന്ന ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് ലഭിക്കുന്നത് 35,000 രൂപയാണ് സമ്മാനമായി. രണ്ടാം സ്ഥാനം ലഭിക്കുന്നത് 15,000 രൂപയാണ്. മൂന്നാം സ്ഥാനം 5,000 രൂപ. ഇത് കൂടാതെ 2 കോൺസലേഷൻ പ്രൈസസും നമ്മൾ നൽകുന്നുണ്ട്. എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീമുകൾക്കും പാർട്ടിസിപ്പേഷൻ പ്രൈസും നൽകുന്നുണ്ട്. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് എത്തിയിട്ടുള്ളത് അതിപ്രമുഖരായ 2 വ്യക്തിത്വങ്ങളാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ക്രൈസ്തവ സംഗീത ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമുക്ക് ഏവർക്കും സുപരിചിതനായ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ശ്രീ ബിനോയ് ചാക്കോ സർ, വെൽക്കം ടു ദി ഷോ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത ജഡ്ജിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്രൈസ്തവ സംഗീത ലോകത്ത് ഗസൽ സംഗീതത്തിലൂടെ മാറ്റുകൂട്ടിയ, അതുപോലെ തന്നെ വളരെ മികച്ച ഒരു സംഗീത സംവിധായകനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 സ്വാഗതം ചെയ്യുന്നു ശ്രീ ജെയ്സൺ സി സോളമൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ പെർഫോം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ടീം AMCSI പേയാടാണ്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടീം AMCSI പേയാട്. എത്തിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ടീം AMCSI പേയാടാണ് ജഡ്ജസ്. അപ്പോൾ അവരെ നമ്മൾ കണ്ടു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഭയങ്കര ഒരു പ്ലെസൻറ്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇവരെ കാണുമ്പോൾ. അപ്പോൾ ജഡ്ജസ് എന്താണ് പറയാനുള്ളത്? വേർഡ് ടു വേർഡ് ടെലിവിഷൻ അവതരിപ്പിക്കുന്ന ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ലോകം മുഴുവൻ യേശുവിനെ ഓർക്കുന്ന, യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർക്കുന്ന ഒരു വലിയ കാലയളവാണിത്. ലോകത്തിൻ്റെ അല്ലെങ്കിൽ മാനവജാതിയുടെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും എല്ലാവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തതിൻ്റെ ഓർമ്മകളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇത് ഒരിക്കൽ മാത്രം നാം ഓർക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ വളരെ പ്രത്യേകമായി ഈ ആഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്. എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ദുഃഖവെള്ളിയിൽ യേശുവിനെ ഓർക്കുകയാണ്, പീഡാനുഭവങ്ങളൊക്കെ ഓർക്കുകയാണ്. തികച്ചും നല്ല ഒരു കാര്യമാണ് വേർഡ് ടു വേർഡ് ടെലിവിഷൻ ഇന്നിവിടെ നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. കാരണം ഈ ഗാനങ്ങളിലൂടെ കൂടുതൽ യേശുവിനെ കാണുവാനും യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുമൊക്കെ മനുഷ്യർക്ക് കഴിയട്ടെ. ഈ പ്രോഗ്രാം അതിന് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് നാം ആരംഭിക്കുകയാണ് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019. ആദ്യത്തെ ടീമാണ് AMCSI പേയാട്. ആ ടീമിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഹൃദയത്തിലേക്ക് യേശുവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നാം ഈ ഗാനങ്ങൾ പാടുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന അനേക വ്യക്തികൾക്ക് അത് വലിയ രൂപാന്തരത്തിന് കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു സോ മച്ച് ബിനോയ് സർ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സർ, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നൊയമ്പ് സമയത്തൊന്നും അധികം നമ്മൾ ഇത്തരത്തിലുള്ളൊരു റിയാലിറ്റി ഷോ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഇതാദ്യമായിരിക്കും ഒരു ടെലിവിഷൻ ചാനലിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഷോ കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. മറ്റ് അങ്ങനെ കാണാറില്ല. ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ ഇത് തുടർമാനമായിട്ടിത് നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, താങ്ക് യു സർ. ജെയ്സൺ സർ, എന്താണ് പറയാനുള്ളത്? ഇത്തരമൊരു റിയാലിറ്റി ഷോ ഈസ്റ്റർ ദിനത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ തന്നെ വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് ഷോ ആയതുകൊണ്ടല്ല, യേശുവിൻ്റെ പീഡാനുഭവം ലോകത്തോട് ഒന്നുകൂടി അറിയിക്കുക എന്നുള്ളതൊരു ദൗത്യമായി വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ അത് ഏറ്റെടുത്തത് കൊണ്ട് ഒത്തിരി അഭിനന്ദനീയമാണ്. അത് വളരെ മനോഹരമായി പാട്ടുകൾ അവതരിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള നിങ്ങളുടെ ഓരോ ഗാനങ്ങളും ഈ ലോകത്തോടുള്ള സന്ദേശമായി തീരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. വളരെ പ്ലസൻറ്റോടുകൂടി അത് അവതരിപ്പിക്കുവാൻ ദൈവം ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്കിവിടെ നമ്മുടെ ടീം റെഡിയായി നിൽക്കുകയാണ്. നിങ്ങളാണ് ഫസ്റ്റ് ടീം ടു പെർഫോം. അപ്പോൾ നിങ്ങളെ കാണാൻ ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാവരും നല്ല യൂണിഫോം ആയിട്ട് വളരെ നന്നായി നിൽക്കുന്നു, പ്ലെസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലീഡറിനോട് നമുക്ക് ചോദിക്കാം. സോ എന്തായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? നിങ്ങൾ ആദ്യമായി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പേയാട് ദേശത്തു നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്തിനടുത്തുള്ള ഒരു കോർപ്പറേഷൻ ഏരിയ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? വാസ്തവം പറഞ്ഞത് ആദ്യത്തെ ഒരു സംരംഭമാണ്. ഇവിടെ ജഡ്ജസ് പറഞ്ഞതുപോലെ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് കേൾവിക്കാർക്ക് ഈ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാട് ബലിമരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഈ സംരംഭം മുഖാന്തരമായി തീരും എന്നതിന് സംശയമില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം പ്രിപ്പറേഷൻ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ ദിവസവും ഓരോ ഗാനങ്ങളെന്ന് പറയുന്നത് പെസഹ വ്യാഴത്തിലുള്ള ഗാനം, ദുഃഖവെള്ളിക്കുള്ള ഗാനം, പിന്നെ ഓശാനയ്ക്കുള്ള ഗാനം, സുവിശേഷത്തിൻ്റെ 2 ഗാനം. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് ഈ പെസഹ വ്യാഴത്തേക്ക് മാത്രമുള്ള ഗാനം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാലും ഞങ്ങളത് പ്രിപ്പയർ ചെയ്തു, വളരെ പ്രാക്ടീസ് ചെയ്ത് ആലപിക്കാനായിട്ട് ശ്രമിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ടീം, നന്നായി പെർഫോം ചെയ്യുക. അപ്പോൾ ജഡ്ജസ്, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോയിൽ, നമ്മുടെ ഈ റിയാലിറ്റി ഷോയിൽ ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 നമ്മൾ വിവിധ കാറ്റഗറി ആയിട്ടാണ് ഇവർ ഓരോ സോങ്സും ആലപിക്കുന്നത്. ആദ്യമായി ഓശാന സോങ് ആണ്, അതിനുശേഷം പെസഹ സോങ്, പിന്നെ ദുഃഖവെള്ളി സോങ്, അതിനുശേഷം 2 സുവിശേഷ ഗാനങ്ങൾ ഓരോ ടീമും ആലപിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇവരുടെ ആദ്യത്തെ പെർഫോമൻസിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ ജഡ്ജസ്, സോ ഓശാന റൗണ്ടാണ് നിങ്ങൾ ആദ്യമായി പാടുന്നത് ടീം. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? യെസ്. ടീം AMCSI പേയാട്.
ടീം AMCSI പേയാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓശാന ദിനത്തിൽ ശരിക്കും ഓശാനയുടെ എല്ലാ ഓർമ്മകളും അത് പൂർണ്ണമാക്കുന്ന ഓർമ്മകൾ കൊണ്ടുവരുന്ന ഒരു ഗാനമായിരുന്നു ഇത്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, ബിനോയ് സർ. അതിരിക്കും തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു. AMCSI പേയാട് തികച്ചും അഭിനന്ദനീയമാണ്, വളരെ മനോഹരമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വളരെ കൺട്രോൾഡ്, ഒരു ആരുമോളിയും ഇടയ്ക്കൊന്ന് കൂടുകയോ അല്ലെങ്കിൽ എല്ലാവരും ഒരേ ലെവലിൽ ആ ലെവലിൽ കീപ്പ് ചെയ്ത് നിങ്ങൾ പാടി. ഒരു ചെറിയ ടെമ്പോ വേരിയേഷൻ ഇടയ്ക്ക് സംഭവിച്ചോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ബട്ട് ആ പാട്ടിനകത്തുള്ളൊരു കാര്യം പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആയിട്ടൊന്ന് പാടിയാൽ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഹോശന്ന, നമ്മൾ ഈ ആഴ്ച ഈ സഹനത്തിൻ്റെ ഈ ആഴ്ച നമ്മുടെ മനസ്സിലൊക്കെ യേശുവിൻ്റെ വേദനയും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഒന്ന് പാടിയാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇരട്ടി എനർജി കിട്ടും. പക്ഷെ നല്ലതായിരുന്നു, യാതൊരു സംശയവുമില്ല, വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാനും ജെയ്സണും കൂടെ ഡിസ്കസ് ചെയ്ത കാര്യം ഇപ്പോൾ ജെയ്സൺ പറയും നിങ്ങളോട്. ബട്ട് ഓൾ ടുഗദർ നന്നായിരുന്നു, നല്ല ഓർക്കസ്ട്ര, എവറിഥിങ് വാസ് ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ജെയ്സൺ സർ. ഉഗ്രനായിട്ട് നിങ്ങൾ പാടി, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതല്ല, നിങ്ങൾ സ്ഥിരം കൊയർ പാടുന്ന ആളുകളല്ലേ? ഓക്കെ. അറേഞ്ച്മെൻറ്റ്സ് നല്ലതായിരുന്നു, നല്ല 4 പാർട്സ്, ആ ബേസും ടെണർ ബേസും നല്ല രസമായിട്ട് കേൾക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പാട്ടിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പാടിയതിനേക്കാൾ ഒരു 2-3 പോയിന്റ് കൂടെ ടെമ്പോ കൂട്ടി പാടിയാൽ കുറച്ചും കൂടെ ഭയങ്കര ലൈവ് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു പല്ലവി മാത്രം ഒന്ന് പാടാമോ? ഒരു 3 പോയിന്റ് ജസ്റ്റ്. ഇപ്പം 1 2 1 2 3 4
താങ്ക് യു. എന്ത് മനോഹരമായിരുന്നു. ഒരു Beautiful ആയിട്ട്. കൂടിയപ്പം അപ്പം അതിൻ്റെ എനർജി ലെവൽ തന്നെ മാറി. ഫീലേ മാറി. ഓക്കെ, അത് നിങ്ങൾ പാടിയ സ്പീഡിൽ അത് പാടിയത് കുഴപ്പമൊന്നുമായിട്ടല്ല, ബട്ട് ഇതൊരു 3 പോയിന്റ് കൂടിയപ്പോൾ ഒരുപാട് വ്യത്യാസം അതിനുണ്ടായി. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണെങ്കിലും അത് നമ്മുടെ ആസ്വാദനത്തിൽ നമുക്ക് എന്തോ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടാണ് നിങ്ങൾ പാടുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പോയിൽ പാടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സിംഗിങ് സ്റ്റൈൽ തന്നെ മാറി. അത് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചില പാട്ടുകൾക്ക് എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഇത്തിരി ടെമ്പോ കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇത്തിരി ടെമ്പോ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ലൈവും കൂടി ആയതുകൊണ്ട് കീബോർഡ്സ് നല്ല ഉഗ്രനായിട്ട് പ്ലേ ചെയ്ത് കേട്ടോ. നല്ല പ്ലേയിങ് ആയിരുന്നു. പിന്നെ ലൈവ് ആയതുകൊണ്ട് മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഈ പെർക്യൂഷൻ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഒറ്റയ്ക്കുള്ള അഭ്യാസം ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു പോരായ്മയുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ കറക്റ്റായിട്ട് മീറ്ററിങ് മെയിൻ ഒരു കാര്യമാണ്. അപ്പം ടെമ്പോ ഏറ്റവും മെയിൻ കാര്യമാണ്. നമ്മൾ ഈ മെട്രോണോം കൃത്യമായിരിക്കുക എന്നുള്ളതാണ് മീറ്ററിങ്. ഒരിക്കലും മീറ്ററിങ് നമ്മുടെ പുറകെ വരത്തില്ല, മീറ്ററിങ്ങിൻ്റെ പുറകെ നമ്മൾ പോയിരിക്കണം. അപ്പോൾ അത് കറക്റ്റാണ്. സാധാരണ സംഭവിക്കാറുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇനിയുള്ള പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. നമ്മൾ പാട്ടറിയാവുന്നതുകൊണ്ട് പാട്ട് ആസ്വദിച്ച് കൊട്ടുമ്പോൾ നമ്മൾ കൊട്ടുകാരൻ പോലും അറിയില്ല താളം വലിയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം ഒരു മെട്രോണോമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പോകണം. അവർ പാടിയാലും പാടില്ലാലും എൻ്റെ മീറ്ററിങ്ങിൽ തന്നെ ഞാൻ പ്ലേ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് ഇതാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം അതിന് വന്നു കഴിയുമ്പോൾ കറക്റ്റ് മീറ്ററിങ് ആയിരിക്കും ടൈമിങ്. റെക്കോർഡിങ് സ്റ്റുഡിയോയിലെല്ലാം എല്ലാവരും ചെയ്യുന്നത് ഈ മെട്രോണോം ഇടുന്നതിൻ്റെ കാരണം തന്നെ എല്ലാവരും ആ ഒരു ടെമ്പോയിലേക്ക് വരാൻ വേണ്ടിയാണ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ താളം തരും. നമ്മുടെ മനസ്സിൽ ആ കൗണ്ടിങ് ഉണ്ടായിരിക്കണം. അതർവൈസ് എല്ലാം ഉഗ്രനായിരുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? വളരെ നല്ല പോസിറ്റീവ് കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനിയും റൗണ്ട്സ് ഉണ്ട് ജഡ്ജസ്. സോ അടുത്തതായി ഇവർ ആലപിക്കുന്നത് പെസഹയുടെ സോങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ടിലേക്ക് കടക്കാം. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ പ്ലസൻ്റ് ആയിരിക്കും. ഓൾറെഡി നിങ്ങൾ പ്ലസൻ്റ് ആണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഒരു സ്മൈൽ ഉണ്ടെങ്കിൽ ഇറ്റ് ആഡ്സ് ഓൺ. ഓക്കെ, സോ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെസഹ ഗാനം. പെസഹാചരണം
CSI പേയാടിൻ്റെ പെസഹ റൗണ്ടാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ജെയ്സൺ സർ, ആദ്യത്തെ ഗാനം നിങ്ങൾക്ക് വളരെ ഊർജം പകർന്നെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഗാനം പാടിയപ്പോൾ വളരെ മനോഹരമായി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിംഗ് വൈസ് ഒന്നും പറയാനില്ല. പക്ഷേ ഒന്ന് രണ്ടൊരു ചെറിയൊരു എനിക്ക് തോന്നിയൊരു പ്രശ്നം, ഈ ലോ റേഞ്ചിലേക്ക് വരുമ്പം നിങ്ങളുടെ ശബ്ദം അത്ര ക്ലാരിറ്റിയോട് കൂടി കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഈ പെസഹാചരണം എന്നുള്ളൊരു ഇത് പാടുന്നില്ലേ, അതിൻ്റെ ലാസ്റ്റത്തെ വേർഡ് എന്താണ്? മുക്തിനാചരണം. അത് ശരിക്കും ക്ലിയർ ആയില്ല. പിന്നെ പെസഹാചരണം എന്നുള്ള അത് എങ്ങനെ പാടിയാലും പെസഹാചരണം ഇങ്ങനെ 2 വാക്കായിട്ടേ കേൾക്കത്തുള്ളൂ. പെസഹാചരണം. പിന്നെ അടുത്ത ലൈൻ പറയുന്നത് വിടുതലിൻ ആചരണം എന്ന് പറയുമ്പോഴാണ് ഇത് ആചരണം എന്നാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നന്നായിട്ട് വായിച്ചു. എനിക്ക് ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളത് പിന്നെ ലൈവ് വായിക്കുന്ന, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളുകളെയാണ്. കാരണം ഇപ്പം മിക്ക സ്റ്റേജ് ഷോസിലെല്ലാം ആളുകൾ ഷോ ഓഫ് മാത്രമാകുമ്പോൾ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ വളരെ മനോഹരമായി അത് ലൈവായിട്ട് പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് അത് അഭിനന്ദനീയമാണ്. കാരണം നമുക്ക് എത്രമാത്രം നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലൂടെയാണ്. നമുക്ക് ആളുകളുടെ മുമ്പിൽ നമ്മൾ മറ്റു രീതിയിലെല്ലാം അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകളിൽ നിങ്ങൾ എടുത്ത എഫേർട്ട് ഏറ്റവും നല്ലതാണ്. കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച് ജെയ്സൺ സർ. ബിനോയ് സർ, ടീം MCSI പേയാട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഈ ഗാനം ആലപിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ടീം ലീഡർ പറഞ്ഞ ഈ പെസഹായുടെ പാട്ട് കിട്ടാനായിരുന്നു പ്രയാസം അല്ലേ? പൊതുവെ അങ്ങനെ പെസഹായ്ക്കൊരു സ്പെഷ്യൽ സോങ് അധികം കേട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഈ ലിറിക്സിന് അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം ഇത് ആരുടെ പാട്ടാണെന്നറിയോ? ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു സോങ് ഈ പെസഹ ചരണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മൾ എങ്ങനെ കമ്പോസ് ചെയ്താലും നമുക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ആ വാക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം അത് ലിപ്പിനെ താളമൊക്കെ മാറ്റി നമ്മൾ ചെയ്ത് നോക്കണം. പെസഹാചരണം ഞാൻ ഓർപ്പിച്ച പോലെ ഈ ജെയ്സൺ പറഞ്ഞ പോലെ വിടുതലിനാചരണം വന്നപ്പോഴാണ് ഞാൻ ആദ്യം ഓർന്നേ പെസഹ ചരണം അങ്ങനെ ഒരു തോന്നലുണ്ടായി എനിക്ക്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എനിക്കതിനകത്ത് ഒരു ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പാടിയതിനകത്ത് അന്നപല്ലവിയുടെ അവസാനം അരുമനാഥൻ അല്ല, അതിനെങ്ങനെ അരുമനാഥൻ ഓക്കെ. അത് നിങ്ങൾ പാടി നല്ല ഫീലായിരുന്നു ആ പോർഷൻ. അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് അരുമനാഥൻ അത് നല്ല ഫീലായിട്ട് നിങ്ങൾ പാടി. അതുപോലെ നമുക്ക് ആ ഗാനത്തിൻ്റെ ഒരു ക്രീം എന്ന് പറയുന്നത് ആ ഗുരുവിൻ്റെ മാർവിൽ ഒരു പെസഹ ശിഷ്യന്മാരെല്ലാം കൂടെ പെസഹ ഭക്ഷിച്ചതിന് ശേഷം ഗുരുവിൻ്റെ മാർവോട് ചേർന്നു, ഇങ്ങനെയല്ലേ പാട്ടിനകത്ത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഗുരുവിൻ്റെ മാറിൽ ചേർന്ന് നിന്നിരുന്ന ആ സമയത്ത് ശിഷ്യന്മാരറിഞ്ഞില്ല വരുന്ന നിമിഷങ്ങളിലെ ഗുരു അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങൾ, വേദനകൾ, അതിനെക്കുറിച്ച് ശിഷ്യന്മാരറിഞ്ഞിരുന്നില്ല. അപ്പം ഗുരുവിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ളത് അറിയാതെ അവർ ആ പെസഹ ഗുരുവിനോടൊപ്പം കഴിച്ച് മാർവോട് ചേർന്ന് നിൽക്കുകയാണ്. അതൊരു നല്ല തീമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ ജഡ്ജസിൻ്റെ കമൻറ്റ്സ് നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്തതായി ഇവർ ആലപിക്കാൻ പോകുന്നത് ദുഃഖവെള്ളിയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. അപ്പോൾ ജഡ്ജസ്, നമുക്ക് ഇവരുടെ അടുത്ത റൗണ്ടിലേക്ക് കടന്നാലോ? ഓക്കെ ടീം, ഓൾ ദി വെരി ബെസ്റ്റ്. പെർഫോം യുവർ ബെസ്റ്റ്. ദൈവത്തിൽ
ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ൽ ഇപ്പോൾ പെർഫോം ചെയ്തത് ടീം AMCSI പേയാടാണ്. സോ ഇവരുടെ ദുഃഖവെള്ളി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സോ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ബിനോയ് സർ, ദുഃഖവെള്ളിയാഴ്ചയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ഗാനം വളരെ വളരെ മനോഹരമായൊരു ഗാനമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, അല്ലെങ്കിൽ ദീർഘനാളുകളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിനെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗാനമാണിത്. ദൈവത്തിൻ്റെ ഏകപുത്രൻ. വളരെ മനോഹരമായിട്ട് പാടി നിങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് ഇത്ര സ്നേഹം എന്നുള്ള പോർഷൻ, അതിന് നിങ്ങൾ കൊടുത്തൊരു എക്സ്പ്രഷൻസ്, പല സ്ഥലത്തും പല ലെവലിലും വോളിയത്തിലൊക്കെ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മനസ്സിലോട്ട് കയറുന്ന നിലയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. റിയലി ബ്യൂട്ടിഫുൾ. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഇറ്റ് വാസ് വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച് ബിനോയ് സർ. ജെയ്സൺ സർ, ഈ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ യോഗ്യതയില്ലായ്മയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ നമ്മുടെ യോഗ്യത. ഒരു മനുഷ്യൻ ദൈവമേ ഞാനൊന്നുമല്ല എന്ന് പറയുന്നതാണ് അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. അതിനേക്കാൾ വലിയ ഒരു യോഗ്യത ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അത് ഈ ഗാനത്തിലൂടെ ഉടനീളം
എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി പെർഫോമൻസ് വൈസ് എക്സലൻ്റ് ആയിരുന്നു. എനിക്ക് ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്ര സ്നേഹം പാടിയപ്പം അതിൻ്റെ മെയിൻ മെലഡി ഏതാണ് ട്യൂണ്? ജസ്റ്റ് ഒന്ന് പാടാമോ? മെയിൻ മെലഡി പോകുന്ന ലൈൻ, അതിൻ്റെ മെലഡി ലൈനും ഏതാണ്? ഓക്കെ, റൈറ്റ്. ഇത് ഇവിടെ കേട്ടത് ഇത് സെക്കൻഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. എൻ്റെ മേളിൽ അടുത്ത ഹാർമണിയാണ് നമുക്ക് മെയിൻ മെലഡി ആയിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പിന്നെ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും പിന്നെ മൈക്ക് പൊസിഷൻ്റെ അതായിരിക്കാം. അപ്പോൾ എപ്പോഴും അത് കീപ്പ് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റ് ഹാർമണി നമുക്ക് മനസ്സിലാകും, അതിൻ്റെ ബേസ് ലൈന് കറക്റ്റായിട്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നമുക്ക് തോന്നി. ഇപ്പം മെലഡി എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്താണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ എനിക്ക് അതിനൊരു കൺഫ്യൂഷൻ വന്നു, ഏതാണ് മെയിൻ പാടുന്നതെന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല. എക്സലൻറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ജേസൺ സർ. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ൽ ഇനി ഈ ഒരു ടീമിന് ഒരു പെർഫോമൻസും കൂടിയാണ് ബാക്കിയുള്ളത്. അതായത് സുവിശേഷം ഗാനങ്ങളുടെ ഒരു പെർഫോമൻസ് ആണ്. അതിൽ ഇവർ 2 ഗാനങ്ങളാണ് പാടുന്നത്. ജഡ്ജസ്, നമുക്കിവരുടെ സുവിശേഷ ഗാനങ്ങൾ കേട്ടാലോ? സോ ടീം, നിങ്ങളുടെ സുവിശേഷ ഗാനങ്ങളുടെ റൗണ്ടാണ്. നിങ്ങൾ 2 ഗാനങ്ങളാണ് ഈ ഒരു റൗണ്ടിൽ ആലപിക്കേണ്ടത്. ഓൾ ദി വെരി ബെസ്റ്റ്. വചനം വിതച്ചു വിള കൊയ്യാൻ വരൂ സോദരരെ, വചനം വിതച്ചു വിള കൊയ്യാൻ വരൂ സോദരരെ, 100 മേനി ഫലം നേടാം യേശുവിൻ സാക്ഷിയാ, 100 മേനി ഫലം നേടാം യേശുവിൻ സാക്ഷിയാ.
പോയിടാം സുവിശേഷമേകം യേശുവിൻ സാക്ഷിയാ പോയിടാം 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 ലോകം മുഴുവൻ പോയിടാം സുവിശേഷമേകം യേശുവിൻ സാക്ഷിയാ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വയലുവിളയണ കാഴ്ച കണ്ട് കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു ദൈവ വചനമോർക്കുന്നു വയലുവിളയണ കാഴ്ച കണ്ട് കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു ദൈവ വചനമോർക്കുന്നു കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു സ്വർണ്ണ കതിരു കായ്ക്കുന്നു വെയിലും മഴയുമേറ്റും കതിരുമാടുന്നു വലിയ വയലു പാടുന്നു സുവിശേഷ വേല ചെയ്യാൻ വാ നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ സ്ഥാനമാന കൂടുവിട്ടു വാ നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ ദൈവരാജ്യം കടുക് മണി പോലെ നിധിയൊളിപ്പിച്ച വയലുപോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ നീ അലസനാവല്ലേ കള്ളനെപ്പോൾ കൊള്ള നേടാം നാഥൻ വന്നിടുമേ നിന്റെ കണക്കു തീർത്തിടുമേ സുവിശേഷ വേല ചെയ്യാൻ വാ നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ സ്ഥാനമാന കൂടുവിട്ടു വാ നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ കൊയ്ത്തിനായി വയലേറി ഉണ്ടെങ്കിലും തോഴാ വേലക്കാരോ ചുരുക്കം തോളോട് തോൾ ചേർന്ന് പോകാം നാം ഒരുമിച്ച് യജമാനൻ വരുവാൻ കാലമായി നല്ല യജമാനൻ വരുവാൻ കാലമായി കാഹളനാദം കേട്ടില്ലേ 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 കേൾക്കുന്നില്ലേ കൊയ്ത്തിനാർപ്പുനാദം കേട്ടില്ലേ 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 കേൾക്കുന്നില്ലേ കൊയ്ത്തിന്റെ നാഥൻ വന്നേ കതിരുകളെല്ലാം മാറി ചേർത്തേ വേഗത്തിൽ ആഹാ വേഗത്തിൽ ആനന്ദ കണ്ണീർ വീട്ടും ഭക്തന്മാർ നൃത്തത്തോടെ പാടുന്നേ ജയഘോഷം പാടുന്നേ ഇനി കണ്ണീരില്ല മുറവിളിയില്ല
നയന കാഴ്ച കണ്ട് കണ്ണുകുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. ഇതിന്റെ നാൾകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരു വാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ടു വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ടീം AMCSI പേയാട് സുവിശേഷ ഗാനങ്ങൾ ഇവിടെ ആലപിച്ച് തീർന്നിരിക്കുകയാണ്. ബിനോയ് സർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ്? ഈ റൗണ്ടിന് പറ്റിയ 2 പാട്ടുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. നല്ല സെലക്ഷൻ, അതിനുള്ള ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. വളരെ മനോഹരമായ സുവിശേഷ വേലയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുള്ളൊരു പാട്ടാണ് 2 പാട്ടുകളും. പോയിടാം പോയിടാം, അത് സുവിശേഷ ഗാനം എന്നുള്ള നിലയിൽ അതിനോട് പരിപൂർണമായിട്ട് നീതി പുലർത്തിയൊരു പാട്ടാണ്. ഒരു വലിയ ആഹ്വാനമാണ്. നമുക്ക് ഒരുമിച്ച് പോകാം, സുവിശേഷ വേല ചെയ്യാം, യേശുവിൻ്റെ സന്ദേശം അനേകരിലേക്ക് പകരാം. നല്ല വളരെ മനോഹരമായ ഒരു ഗാനം. നിങ്ങളത് നല്ല ഭംഗിയായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു. നല്ല നല്ല രസമായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെ വയല് വിളയണ കാഴ്ച, അതൊരു വളരെ പ്രസിദ്ധമായ പാട്ടാണ്. വളരെ മനോഹരമായ ഒരു ഗാനം. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകളെ ആഹ്വാനം ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പം അതിനകത്ത് വളരെ ശ്രദ്ധേയമായൊരു വരി എൻ്റെ മനസ്സിനെ സ്പർശിച്ചത്, സ്ഥാനമാനക്കൂട് വിട്ടുവാ. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ഥാനങ്ങൾ വിടാൻ താല്പര്യമുള്ളവരല്ല. നമുക്കറിയാം, അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അധികാരമുള്ളവർ അധികാരം വിട്ട് ഇറങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കത് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ആ സ്ഥാനമാനങ്ങളൊക്കെ അതിൻ്റെ കൂടൊക്കെ വിട്ടിട്ട് ഇറങ്ങി വരിക, യേശുവിന് വേണ്ടി അധ്വാനിക്കുക, യേശുവിന് വേണ്ടി പൊരുതുക, യേശുവിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ള വളരെ മനോഹരമായൊരു ആഹ്വാനം നമുക്കും ഈ ദിവസങ്ങളിൽ നമുക്കും തീരുമാനിക്കാം. നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ എന്തും ആവട്ടെ, അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാവട്ടെ. യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് സാധിക്കട്ടെ. ആരോടെങ്കിലുമൊക്കെ, നമ്മുടെ സുഹൃത്തുക്കളോടെങ്കിലും യേശുവിനെ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. യേശുവിൻ്റെ സ്നേഹം വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നാം ഒരുപക്ഷെ ഞാൻ എങ്ങനെ അത് പറയും, ഞാനൊരു നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാനെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ചില ആളുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലിയാണെന്നൊക്കെ കരുതാതെ നമ്മുടെ സ്ഥാനമാനങ്ങളൊക്കെ വിട്ട് നമുക്ക് യേശുവിന് വേണ്ടി നിലകൊള്ളാം. വളരെ മനോഹരമായിട്ട് പാടി. ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു പാട്ടാണിത്. ഒരുപാട് അല്ലേ, ടെമ്പോ വേരിയേഷൻസ് ഉണ്ട്, ട്യൂണിൻ്റെ വേരിയേഷനുണ്ട്, റിതം വേരിയേഷനുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. ഇറ്റ് വാസ് വണ്ടർഫുൾ. നന്നായിട്ട് പാടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ബിനോയ് സർ. ജെയ്സൺ സർ, നിങ്ങളുടെ എല്ലാ ഗാനങ്ങളുടെയും സെലക്ഷൻ വളരെ മനോഹരമായിരുന്നു. കറക്റ്റ്. ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നില്ല, ഈ ഒരു ആഴ്ചയിൽ ലോകത്തിനുള്ള സന്ദേശമായി നിങ്ങളുടെ പാട്ടുകൾ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ആദ്യമായി ഒത്തിരി വേരിയേഷൻസ് ഉള്ള, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഗാനമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഇത് പാടാൻ പറ്റില്ല. നിങ്ങൾ അത് മനോഹരമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആദ്യം പാടിയ പോയിടാൻ അതിനകത്ത് ഈ വിള കൊയ്യാൻ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ചരണത്തിൽ വരുന്നത് ആ ഹൈ പിച്ച് കുറച്ചും കൂടെ ഒരു
കോൺഫിഡൻസ് ലെവലോടുകൂടി പാടുമായിരുന്ന കറക്റ്റാ ഇതിൽ നിങ്ങൾക്ക് ശ്രുതി വന്നേനെ. ഇച്ചിരി പിച്ചിങ് പ്രോബ്ലം അവിടെയൊക്കെ വന്നു. ഇന്നിട്ട് ഇത് ഇത്രയും പേര് പാടുന്നത് കൊണ്ട് ഏറ്റവും വിഷമം ഗ്രൂപ്പ് പാടാനാണ്. ഒറ്റയ്ക്കാണ് നമുക്ക് എങ്ങനെയും പാടാം. ഒരാൾ പാടുന്ന പോലെ മറ്റൊരാൾ പാടിയില്ലെങ്കിൽ ഭയങ്കര വ്യത്യാസം, പിന്നെ ഭയങ്കര നമുക്ക് അരോചകമായിട്ട് തോന്നും. കീബോർഡ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു നോട്ട് അറിയാതെ നമ്മുടെ ഒരു വിരൽ വേറൊന്നിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഹാർമണി മാറി എന്ന് പറയുന്ന പോലെ പിച്ചിങ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ അതിൻ്റെ ഹാർമണി എല്ലാം പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെൽ പ്രാക്ടീസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ നന്നായിട്ട് തന്നെ പാടുന്നു. നിങ്ങളെ ഇത് അഭ്യസിപ്പിച്ച കൊയർ മാസ്റ്റർക്കുള്ള പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ജെയ്സൺ സർ. അപ്പോൾ ടീം AMCSI ചർച്ച്, നമുക്ക് നിങ്ങളുടെ മാർക്സ് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. ചോദിച്ചാലോ? ബിനോയ് സർ, ഇവരുടെ മാർക്സ് എത്രയാണെന്ന് ഔട്ട് ഓഫ് 60 പറയാമോ? നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ഓശാന ഗാനം, പുസ്തക ഗാനം, ദുഃഖവെള്ളി ഗാനം, സുവിശേഷ ഗാനങ്ങൾ, പിന്നെ അപ്പിയറൻസ് എല്ലാം കൂടെ ഞാൻ നൽകിയിരിക്കുന്ന മാർക്ക് 49 ഔട്ട് ഓഫ് 60. 49 ഔട്ട് ഓഫ് 60. 49 ഔട്ട് ഓഫ് 60 ആണ് ടീം AMCSI പേയാടിന് ബിനോയ് സർ നൽകിയിരിക്കുന്ന മാർക്ക്. അടുത്തതായി ജെയ്സൺ സർ. 50 ഔട്ട് ഓഫ് 60. 50 ഔട്ട് ഓഫ് 60 ആണ് ജെയ്സൺ സർ ഇവർക്ക് നൽകിയിരിക്കുന്നത്. ആൻഡ് ടീം AMCSI പേയാടിന് ലഭിച്ചിരിക്കുന്നത് 99 ഔട്ട് ഓഫ് 120. സോ ടീം, നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങളുടെ ലീഡർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ നാളായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഒരു പ്രാക്ടീസിൻ്റെ എഫേർട്ട് തീർച്ചയായിട്ടും ഫലം കണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല മാർക്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇനിയും അടുത്ത ഒരുപാട് ടീംസുകൾ ബാക്കിയുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് വിധി എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് പെർഫോം ചെയ്യാനായി ഇവിടെ എത്തിയത് ടീം AMCSI പേയാടായിരുന്നു. അവർ വളരെ ഗംഭീരമായി തന്നെ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. സോ ഇനി വരും ദിനങ്ങളിൽ നമുക്ക് മറ്റ് പെർഫോമൻസുകളുമായി വീണ്ടും കാണാം. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചത് ബോബി, ജോയ്സ്, ജെയിൻ ആൻഡ് ജെസിക്ക.